തൃശൂർ ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിന് ഇരയായത്. തട്ടിപ്പ് നടത്തിയ ആൾ പോലീസ് വേഷം ധരിച്ചായിരുന്നു വീഡിയോ കോൾ ചെയ്തതെന്ന് വീട്ടമ്മ പറയുന്നു. പോലീസ് യൂണിഫോം ധരിച്ച് വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പുകാരൻ എത്തിയത്. ട്രീസയുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്നയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് വിശ്വസിപ്പിച്ചു. മുറിക്ക് പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തു പോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്തി. ഭീതിയിലായ ട്രീസ ഇതോടെ 1.5 ദിവസം മുറിക്കുള്ളിൽ കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ ബാങ്കിലുണ്ടായിരുന്ന 3 ലക്ഷത്തോളം രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ട്രാൻസാക്ഷൻ അറിയില്ലെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചുവെന്നും ട്രീസ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാങ്കുകാർ ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല. ശരി എന്നാ അത് വിട്ടേരെ മാഡം, ഒരു കാര്യം ചെയ്യും, ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പം പറഞ്ഞു ആദ്യം ഇത് 50 ഇടേ. അപ്പം 50 ഇട്ടപ്പോൾ അത് പോകത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ 40 ആക്കിയിട്ടും പോകുന്നില്ല. 30 ആക്കി, 20 ആക്കി, 10 ആക്കി, എന്നിട്ടും പോകുന്നില്ല. 5 ആക്കിയപ്പോൾ പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ നമ്പറിൽ തന്നെ വീണ്ടും. അപ്പം അവർ ഹെഡ്ക്വാർട്ടറിൽ ചോദിച്ചിട്ട് UPIയുടെ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ നമ്പറിൽ തന്നെ ഒരു 5 കൂടി ഇടേ. അപ്പോൾ അത് ഇടാനായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഗൂഗിൾ അലോ ചെയ്തില്ല. 2,60,000 രൂപ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രീസ ബാങ്കിലെത്തി. അപ്പോഴും വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. അക്കൗണ്ടിന്റെ ലിമിറ്റ് കുറവായതിനാൽ പണം ട്രാൻസ്ഫർ ചെയ്യാനായില്ല. ഇതോടെ ഗൂഗിൾ പേ വഴി പണം കൈമാറാൻ ആവശ്യപ്പെട്ടു. പല ഗഡുക്കളായി 40,000 രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു. പല നമ്പറുകളിലേക്ക് പണം നിക്ഷേപിച്ചതോടെ ട്രീസയ്ക്ക് സംശയം തോന്നി. അയൽവാസികളോട് വിവരം പറഞ്ഞതോടെയാണ് ഓൺലൈൻ തട്ടിപ്പ് പുറത്തായത്. സംഭവത്തിൽ സൈബർ സെല്ലിൽ അടക്കം പരാതി നൽകിയിരിക്കുകയാണ് വീട്ടമ്മ. ജനം, തൃശൂർ.